ഞാൻ കുറേ ദിവസമായി ഒരു വീഡിയോ ഒന്നും ഇടാതെ. നിങ്ങൾ വിചാരിക്കും എവിടെ പോയത് എന്നുള്ളത്. നമുക്ക് സുഖം ഉണ്ടായിട്ടില്ല, കുറച്ച് ദിവസമായിട്ട് സുഖമില്ലാതെ ഉണ്ടായിനി. അതുകൊണ്ട് ഞാൻ വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല. ഇന്നിപ്പോൾ എനിക്കൊരു വെരിക്ക ചക്ക കിട്ടിയിട്ടുണ്ട്, പഴുത്തത്. അപ്പോൾ അതിനെ കൊണ്ടൊരു പായസം ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് കുറച്ച് ചക്ക എടുത്തിട്ടുണ്ട്. ഞാൻ അതിനെ അരച്ചിട്ട് കൊണ്ടുവരാം. ചക്ക ഞാൻ അരച്ചിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല മിക്സിയിൽ അരച്ചിട്ടെടുത്തു. തേങ്ങാപ്പാലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് അരമുറി തേങ്ങയുടെ പാലെടുത്തിട്ടുണ്ട്. പിന്നെ ഇത് നെയ്യാണ്, അണ്ടിപ്പരിപ്പ് മുന്തിരിയാണിത്. ഞാൻ വറുത്തിട്ടില്ല, എടുക്കണം. പിന്നെ കുറച്ച് ഏലക്കയും കൂടി ഉണ്ട് പൊടിച്ചത്. ഒരു സ്പൂണ് നെയ്യ് ഇടുന്നുണ്ട് ഞാൻ. അണ്ടിപ്പരിപ്പ് ഇത് ഇടുന്നത് ചെറിയ ചെറിയ ഇതാക്കിയിട്ട് ഇടുന്നത്. ഇത് ഒന്നിച്ച് കുറച്ച് മുന്തിരിയും കൂടി ഇട്ടു. അരച്ച് വെച്ച ചക്കയാണ് ഇത്. നന്നായി കുറുകി വന്നിട്ടുണ്ട്. അപ്പം ഇതിലേക്ക് ഞാൻ തേങ്ങാപ്പാൽ ഒഴിക്കുകയാണ്. നന്നായിട്ട് ഇളക്കണം. തേങ്ങാപ്പാലും കൂടി കുറുകി വന്നിട്ടാകുമ്പോൾ നമുക്ക് ഇതിലത്തേക്ക് ശർക്കര ഒഴിക്കാം. നമ്മൾ തേങ്ങാപ്പാൽ കൂട്ടി നല്ല പാങ്ങിൽ കുറുകി വന്നിട്ടുണ്ട്. ശർക്കരയും കൂടി ഒഴിക്കുന്നുണ്ട് ഞാൻ. ശർക്കര ഒഴിച്ചു. മധുരം പോരെങ്കിൽ ഇനി ചേർക്കാം നമുക്ക് നോക്കിയിട്ട്. മധുരം ഉണ്ടായിനി, അതുകൊണ്ട് ഞാൻ ശർക്കര എടുത്തത് കുറവാണ്. അത് പിന്നെ നമ്മൾ നോക്കിയിട്ട് ഇടാന്ന് പറഞ്ഞിട്ട്. നമ്മളെ പായസം കുറുകി വന്നിട്ടുണ്ട്. അപ്പം ഞാൻ അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്ത അതേ ആ നെയ്യിലേക്ക് തന്നെയാണ് ചക്ക ഇതാക്കിയത് ഇട്ടിട്ട് ഇളക്കിയത്. അപ്പോൾ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഒരു സ്പൂണ് ഏലക്കയും കൂടി ചേർക്കുന്നുണ്ട്. ഒരു നുള്ളു ഉപ്പ്. നമ്മൾ ഒരു നുള്ളു ഉപ്പ് ചേർക്കുന്നുണ്ട്. നമ്മളെപ്പോഴും പായസം വെക്കുമ്പോൾ നമ്മളൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പ് ചേർക്കണം. ഞാൻ ഗ്യാസ് ഓഫാക്കുന്നുണ്ട്. നമ്മളെ മുന്തിരിയും കൊട്ട പരിപ്പ് ഇടുന്നുണ്ട്. വെള്ളത്തിൻ്റെ തന്നെ ആയതുകൊണ്ട് അതങ്ങനെ. നമ്മളെ ചക്കപ്പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ എങ്ങനെയുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. മധുരം ഞാൻ കൂടുതൽ ചേർത്തിട്ടില്ല. ഈ ചക്കര മധുരം തന്നെയാണ്. കുറച്ചേ ഞാൻ മധുരം ചേർത്തിട്ടുള്ളൂ, എന്നാലും നല്ല മധുരമുണ്ട്.
ഈ ചക്ക പായസത്തിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും ഒരു വീഡിയോ ആയി നാളെ കാണാം.